ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം കാണുന്നത്, യെരുശലേമിലെ ആട്ടുവാതിൽക്കൽ ബെഥേസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപങ്ങളുണ്ട്. ആ 5 മണ്ഡപങ്ങളിൽ ഒരുപാട് രോഗികൾ. അതെങ്ങനെയുള്ള രോഗികളാണ്? വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ചാണ്. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. ആ സമയത്ത് ആദ്യം അതിലേക്ക് ഇറങ്ങുന്ന വ്യക്തി ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. അതുകൊണ്ട് ഈ അത്ഭുതകരമായ സൗഖ്യത്തിനു വേണ്ടി കാത്തുകൊണ്ട് ധാരാളം ആളുകൾ ആ കുളത്തിൻ്റെ കരയിൽ വന്ന് കിടക്കുകയാണ്. എല്ലാവരുടെയും ആഗ്രഹം ഒന്നേ ഉള്ളൂ, സൗഖ്യം കിട്ടണം. അതുകൊണ്ട് ഈ കുളത്തിൻ്റെ കരയിൽ വന്ന് ദീർഘനാളുകളായി ഇങ്ങനെ കിടക്കുന്ന ധാരാളം ആളുകളുണ്ടാകാം. പ്രിയമുള്ളവരെ, ഈ കാലത്തിൻ്റെ ഒരു സാദൃശ്യമായിട്ട് ഇതിനെ ഞാൻ കാണുകയാണ്. രോഗസൗഖ്യത്തിനു വേണ്ടി മനുഷ്യർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. എവിടെ വേണമെങ്കിലും പോകും, എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ കാലത്ത് ഏതെല്ലാം ചികിത്സാ രീതികളാണുള്ളത്. പഴയ കാലത്ത് ഇങ്ങനെ ഒന്നുള്ള ചികിത്സാ രീതികൾ ഇല്ലായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ ഡിസ്പെൻസറികളാണ് ഉണ്ടായിരുന്നത്. ആ ഡിസ്പെൻസറികൾ തന്നെ ധാരാളം മതിയായിരുന്നു ഏതൊരു അസുഖത്തിനും. ഞാൻ ഇപ്പോഴും നന്നായി ഓർമ്മിക്കുന്നുണ്ട്, എൻ്റെ വളരെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു സഹോദരിയുടെ കണ്ണിൽ തെങ്ങോലയുടെ ചെറിയ കഷ്ണങ്ങൾ തറച്ചു കയറി. ആ സഹോദരിയെ കൊണ്ടുപോയത് ഞങ്ങളുടെ നാട്ടിലുള്ള ചെറിയൊരു ഡിസ്പെൻസറിയിലേക്കാണ്. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ, അദ്ദേഹം ഒരു ഹോമിയോ ഡോക്ടറായിരുന്നു, അദ്ദേഹം ആ കണ്ണിൽ തറച്ചു കയറിയ തെങ്ങോലയുടെ 6 കഷ്ണങ്ങൾ 24 എണ്ണമാണ് കണ്ണിൽ നിന്ന് പുറത്തെടുത്തത്. അങ്ങനെ കണ്ണിൽ നിന്ന് ആ കഷ്ണങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞ് മരുന്ന് വെച്ച് അത് ഡ്രസ്സ് ചെയ്ത് വിട്ടു. ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മുറിവെല്ലാം കൂടി പഴയതുപോലെ സുഖമായി. അവരിപ്പോഴും ആ കണ്ണിന് നല്ല കാഴ്ചശക്തിയോടെ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. ഈ പ്രശ്നം ഇന്നായിരുന്നു സംഭവിച്ചതെങ്കിൽ എങ്ങനെയാകുമായിരുന്നു? ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതായി വരുമായിരുന്നു. സാധാരണ ഹോസ്പിറ്റലൊന്നും ഇങ്ങനെയുള്ള ഒരു സർജറി ചെയ്യുവാനുള്ള സാധ്യതയില്ല. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നത് മുതൽ ഈ രോഗിയിൽ നിന്ന് ഏതെല്ലാം നിലയിൽ പണം വാങ്ങാമോ ആ നിലയിലെല്ലാം പണം വാങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ടെസ്റ്റുകൾ തന്നെ ധാരാളമുണ്ട്. എക്സ്റേ മുതൽ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. എക്സ്റേ കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് ആയി, CT സ്കാനിംഗ് ആയി, MRI സ്കാനിംഗ് ആയി, അതങ്ങനെ തുടരുന്നു. അതിനുശേഷമായി ലബോറട്ടറി ടെസ്റ്റുകളുടെ വരവാണ്. ഏതെല്ലാം ടെസ്റ്റുകൾ ചെയ്യാമോ ആ ടെസ്റ്റുകളെല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. പിന്നീട് ഒരു സർജറി പോസ്റ്റ് ചെയ്യും, പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യും. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എത്രായിരം രൂപ ഏതെല്ലാം നിലകളിൽ വാങ്ങാമോ അതെല്ലാം വാങ്ങിയതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് വിടുകയുള്ളൂ. നോക്കുക, നാട്ടിൻപുറത്ത് ഒരു ചെറിയ ഡിസ്പെൻസറിയിൽ ചെയ്യാവുന്നതായ ഒരു കാര്യം ഈ കാലത്ത് എത്രമാത്രം വിപുലമായ ചികിത്സാ സമ്പ്രദായമായി മാറിപ്പോയിരിക്കുന്നു. നമ്മുടെ സമീപ രാജ്യമായ മാലദ്വീപിൽ ചെറിയ ചെറിയ ഡിസ്പെൻസറികളാണുള്ളത്. അവിടെയുള്ള ഐലൻഡുകളിൽ ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെയുള്ള ചെറിയ ഡിസ്പെൻസറികൾ. ആ ഐലൻഡുകളിൽ മിക്ക പ്രസവങ്ങൾ പോലും വീടുകളിലാണ് നടക്കാറുള്ളത്. അവർക്കതൊരു പ്രശ്നമേ അല്ലാതെ ആയി തീർന്നിരിക്കുന്നു. ഇവിടെ ബെഥേസ്ദ കുളക്കരയിൽ ധാരാളം രോഗികൾ സൗഖ്യം കാംക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. അവിടെ 38 ആണ്ട് രോഗിയായിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു എന്നെഴുതിയിരിക്കുന്നു. ഒരു പക്ഷേ നാം കരുതാൻ സാധ്യതയുള്ളതുപോലെ 38 വർഷമായി ഇദ്ദേഹം ഈ കുളക്കരയിൽ കിടക്കുകയായിരുന്നോ എന്നുള്ളതിന് നിശ്ചയമില്ല. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു
എന്ന് കർത്താവ് അറിഞ്ഞു എന്ന് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. ഇദ്ദേഹം 38 ആണ്ടുകളായി ഈ കുളക്കരയിൽ കിടക്കുകയായിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഏതായിരുന്നാലും ഇദ്ദേഹം 38 ആണ്ടുകളായി രോഗിയാണ്, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് കർത്താവ് അറിഞ്ഞു. നാം തൽക്കാലം അത് മാത്രം ചിന്തിക്കുന്നതാവും നല്ലത്. ഈ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അദ്ദേഹം ഭൂരിഭാഗം സമയവും കിടക്കുകയാണ്. അദ്ദേഹം അങ്ങനെ കിടക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വലിയ തിരിച്ചറിവാണ്. എന്താണ് ആ തിരിച്ചറിവ്? എനിക്കാരുമില്ല എന്നുള്ളതായ ഒരു തിരിച്ചറിവ്. ചില നാളുകൾക്ക് മുൻപ് വരെ അദ്ദേഹം വിചാരിച്ചിരുന്നത് ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്നാണ്. ഈ കുളത്തിലെ വെള്ളം കലങ്ങുമ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കും എന്നൊക്കെ അദ്ദേഹം കരുതിയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാകുന്നത്, എനിക്കാരുമില്ല. ആരുമില്ലാത്തൊരു മനുഷ്യൻ, താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി, മെല്ലിച്ച ഒരു ശരീരമായി, ആകപ്പാടെ കോലം കെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ രൂപമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അദ്ദേഹം നിസ്സംഗനായി തൻ്റെ കിടക്കയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാം എന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. പ്രതീക്ഷകളെല്ലാം അറ്റുപോയി. അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ തന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് ആ ഒരു പ്രതീക്ഷ അപ്പാടെ അറ്റുപോയിരിക്കുന്നു. വല്ലാത്ത നിരാശയിലേക്ക് അദ്ദേഹം മാറിപ്പോയി. കാരണം ആരുമില്ല എന്നുള്ള തോന്നൽ ഒരു വലിയ നിരാശയിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നതാണ്. അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഭാര്യയില്ല, മക്കളില്ല, സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരുമില്ല. അങ്ങനെ ആരുമില്ലാത്ത ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ പ്രിയമുള്ളവരെ. അത് അതിഭയാനകമായ ദുഃഖകരമായ ഒരവസ്ഥയാണ്, ആരുമില്ലാത്ത അവസ്ഥ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അരികിൽ ആരുമില്ലാത്ത അവസ്ഥ, നാം തനിയായി പോകുന്ന അവസ്ഥ, ആരും ഒരു സഹായത്തിന് അരികിലേക്ക് വരാത്ത സ്ഥിതി, എല്ലാവരാലും കൈവിടപ്പെടുന്ന ഒരവസ്ഥ, എവിടെ നിന്നും സഹായം ലഭിക്കാത്തൊരു സ്ഥിതി, രോഗാവസ്ഥയിൽ ആരും അരികിലേക്ക് വരാത്തൊരു സ്ഥിതി, ക്ഷീണാവസ്ഥയിൽ ആരും ഒരു കൈത്താങ്ങൽ നൽകാത്ത ഒരവസ്ഥ. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ആരുമില്ലാത്ത ഒരു സ്ഥിതി എന്ന് പറയുന്നത് എത്രയോ ഭയാനകമാണ്. 22-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവും പ്രവചന ദൃഷ്ട്യാ ഇത് തന്നെയാണ് പറയുന്നത്. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ലാതാനും എന്നെഴുതിയിരിക്കുന്നു. ഈ ബെഥെസ്ദാ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യൻ അതേ സ്ഥിതിയിൽ കിടക്കുന്ന വ്യക്തിയാണ്. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കുന്നു, ആരുമില്ല. ഈ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, ആരുമില്ല. നിസ്സംഗനായി വരുന്നവരെയും പോകുന്നവരെയും ദൈന്യഭാവത്തോടെ നോക്കിക്കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ദയനീയമായ മുഖം ഒന്ന് കാണുമ്പോൾ എത്രമാത്രം സങ്കടകരമായ ഒരു സ്ഥിതിയാണത്. ആരും അദ്ദേഹത്തെ ഗൗനിച്ചില്ലെങ്കിലും, ആരും അയാളെ സഹായിക്കുവാനില്ലായിരുന്നുവെങ്കിലും, ആരുമില്ലാത്തൊരു വ്യക്തിയായി അദ്ദേഹം കിടന്നുവെങ്കിലും ഒരുവൻ അദ്ദേഹത്തെ കണ്ടു. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു എന്നാണ്. നമ്മളൊക്കെ ഒരാളിനെ പറ്റി അറിയണമെങ്കിൽ അന്വേഷിക്കണം. ഈ മനുഷ്യനെ കാണാനായിട്ടാണ് നാം പോകുന്നതെങ്കിൽ ആദ്യം ബെഥെസ്ദാ കുളക്കരയിലേക്ക് ചെല്ലും. പിന്നെ അവിടെ കാണുന്ന മനുഷ്യരോടൊക്കെ നമ്മൾ അന്വേഷിക്കും. 38 ആണ്ട് രോഗിയായുള്ളൊരു മനുഷ്യൻ ഇവിടെ ദീർഘനാളുകളായി വന്ന് കിടക്കുന്നു. ആ ആൾ എവിടെയാണ് കിടക്കുന്നത്, ആരാണത് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട്. പക്ഷേ കർത്താവിന് അങ്ങനെ അന്വേഷിക്കേണ്ടെന്ന് ആവശ്യമില്ല. അവൻ്റെ കിടപ്പ് കർത്താവ് കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ്റെ അരികിലേക്ക് ചെല്ലുന്നത്. ഇന്ന് രാവിലെ ഈ വചനം നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിന്റെ സകല കാര്യങ്ങളും അറിയുന്ന ഒരുവനാണ് നിന്റെ അരികിലേക്ക് വരുന്നത്. 139-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ പോലും നീ അറിയുന്നു. സമസ്ത കാര്യങ്ങളും അറിയുന്ന കർത്താവാണ് നമ്മുടെ അരികിലേക്ക് ഇന്ന് രാവിലെ കടന്നു വരുന്നത്. അവിടുന്ന് ആ മനുഷ്യനോട് ചോദിച്ച ഒരേ ഒരു കാര്യം, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും, കർത്താവ് എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? 38 ആണ്ട് രോഗിയായിരിക്കുന്ന ഈ മനുഷ്യന് സൗഖ്യം കിട്ടണമെന്ന് ആഗ്രഹമില്ലേ എന്ന് നാം വിചാരിക്കും. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രായമുള്ള മനുഷ്യൻ രോഗിയായി കിടക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരാൾ അവിടെ വന്നിട്ട് അവിടെ കിടക്കുന്ന രോഗികളോടൊക്കെ ക്ഷേമാന്വേഷണം നടത്തുമായിരുന്നു. രോഗവിവരം ചോദിക്കും. ഇപ്പോഴെങ്ങനെയുണ്ട്, അസുഖം കുറഞ്ഞോ കൂടിയോ,
ഡോക്ടർ എന്ത് പറഞ്ഞു എന്നിത്യാദി കാര്യങ്ങളൊക്കെ അദ്ദേഹം എല്ലാ ദിവസവും വന്ന് അന്വേഷിക്കും. നമ്മൾ പറഞ്ഞ ഈ പ്രായമുള്ള അപ്പച്ചൻ്റെ അരികിൽ വന്ന് എല്ലാ ദിവസവും അന്വേഷിച്ചു. ഒരു ദിവസം ചോദിച്ചപ്പോൾ അപ്പച്ചൻ മറുപടി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞത് എനിക്ക് 2 ദിവസങ്ങൾക്കുള്ളിൽ പോകാമെന്നാണ്. സുഖമുണ്ട്, പഴയതിനേക്കാൾ വളരെ സുഖമായിരിക്കുന്നു. അതുകൊണ്ട് 2 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഈ മനുഷ്യൻ ആ വഴി എങ്ങും വന്നില്ല. അപ്പോൾ ഈ പ്രായമുള്ള അപ്പച്ചൻ അന്വേഷിച്ചു, ആ മനുഷ്യൻ എന്താണ് വരാത്തത്? എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്നതാണല്ലോ, പക്ഷെ ഇന്ന് വന്നില്ല. അതെന്താണ് കാരണം? അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹം ഈ ആശുപത്രിയുടെ മുൻപിൽ ശവപ്പെട്ടി വ്യാപാരം നടത്തുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം വളരെ സ്നേഹത്തോടെ വന്ന് അന്വേഷിച്ചതിൻ്റെ കാരണം എന്താണ്? ഇതിലാരെക്കൊണ്ടാണ് തനിക്ക് പ്രയോജനമുണ്ടാകുവാൻ പോകുന്നത്? അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. പ്രിയമുള്ളവരെ, ഈ ലോകം നമ്മോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ ഇതുപോലെയുള്ളതാണ്. പക്ഷേ നമ്മെ കൃത്യമായി അറിയുന്ന ഒരുവനുണ്ട്. അവിടുന്ന് നമ്മുടെ അരികിലേക്ക് വരുന്നവനാണ്, സ്നേഹത്തോടെ നമ്മെ കരുതുന്നവനാണ്, നമ്മെ സൗഖ്യമാക്കുന്നവനാണ്, നമ്മുടെ കരം പിടിക്കുന്നവനാണ്. ഇന്ന് രാവിലെ ആ കർത്താവ് നമ്മുടെ അരികിലേക്ക് അടുത്തു വരികയാണ്. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിത, താങ്കൾ ഏകനാണെന്ന് കരുതുന്നുവോ? ആരും സഹായമില്ല എന്ന് വിചാരിക്കുന്നുവോ? നിരാശയിലാണോ? ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. നിങ്ങളെ സഹായിക്കാൻ അവിടുന്ന് ശക്തനാണ്. അവിടുന്ന് നിങ്ങളുടെ സ്ഥിതി മാറ്റുന്നവനാണ്, നിങ്ങളെ സഹായിക്കുന്നവനും ശക്തീകരിക്കുന്നവനുമാണ്. ആ കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് ഇന്ന് രാവിലെ അടുത്ത് വരികയാണ്. ഇന്നത്തെ ദിവസം ആ ഇമ്പ ശബ്ദം കേട്ടുകൊണ്ട് ധൈര്യത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവിടുന്ന് നൽകുന്ന ആശ്വാസവും ധൈര്യവും സൗഖ്യവും പ്രാപിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കർത്താവേ, ഞങ്ങൾ ഏകരായി തീരാറുണ്ട്, ഞങ്ങൾ വല്ലാതെ വിഷമിക്കാറുണ്ട്, ആരുമില്ല എന്നോർത്ത് ഭാരപ്പെടാറുണ്ട്. എന്നാൽ ഞങ്ങളുടെ സകല കാര്യങ്ങളും അറിയുന്ന അവിടുത്തെ സാന്നിധ്യം ഇന്ന് രാവിലെ ഞങ്ങളുടെ അരികിലുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ കരം ഞങ്ങളെ തലോടുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സൗഖ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ കർത്താവേ. അവിടുന്ന് നൽകുന്നതായ ധൈര്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. ഇന്നത്തെ ദിവസം സന്തോഷത്തോടെയും സമാധാനത്തോടെയും സൗഖ്യത്തോടെയും ഞങ്ങൾ ജീവിക്കട്ടെ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. നാളെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല, നാളെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു.